ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ട്. അതായത് നമ്മുടെ ഷീക്ക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചായിരുന്നു ഞാനൊരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒത്തിരി കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ഡിലേ ആവുന്നു, അതുപോലെ തന്നെ കഴിച്ചിട്ട് ഡാർക്ക് ആവുന്നു, അതുപോലെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണോ, ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം കമൻസും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ഡിലേ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക എല്ലാ ക്വസ്റ്റ്യൻസിനും വേണ്ടിയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനും പിന്നെ എൻ്റെ ഒരു അപ്ഡേറ്റഡ് റിവ്യൂ കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളണം കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ബോഡിയിൽ നാച്ചുറലി ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും വളരെ എഫക്റ്റീവായി ഇരിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ പല ഫോംസിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയപ്പെടുന്നത് IV ആണ്. അതായത് നമ്മുടെ ഇഞ്ചക്ഷൻ രൂപേണ ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു തെറാപ്പിയാണ്. അതുപോലെ തന്നെ ഒരു സിറ്റിങ്ങിനൊക്കെ 5,000 ഒക്കെയാണ് ചാർജ് ആക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവാനും പോകുന്നില്ല. പല മൾട്ടിപ്പിൾ സിറ്റിങ്സ് വേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരെ കൊണ്ടൊന്നും അഫോർഡബിൾ ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കത് IV അല്ലാണ്ട് നമുക്ക് പിൽസ്, ഗമ്മീസ്, ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലും അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണിൻ്റെ എല്ലാ റിസൾട്ടും കിട്ടാനായിട്ട് ഏക ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്കിതുപോലെ ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇത് ഷീക്ക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലോ 500 mg ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വൈറ്റമിൻ C എഫർവസൻറ്റ് ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള എഫർവസൻറ്റ് ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വരുന്നത് നമ്മുടെ 20 എഫർവസൻറ്റ് ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ടാബ്ലറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ആദ്യത്തെ ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തപ്പോഴേക്കും ഏകദേശം ഒരു 17 ടാബ്ലറ്റ് വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറച്ച് പീരീഡ്സ് ഇങ്ങനെ ഡിലേ ആവുന്ന പോലെയൊക്കെ തോന്നിയത്. അപ്പോൾ ഞാൻ ഈ കമ്പനിയായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലൂട്ടാത്തയോൺ ഇതെന്ന് പറയുന്ന ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ബോഡി തന്നെ നാച്ചുറലി ഉണ്ടാവുന്ന ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ്. അതായത് നമ്മുടെ ഈ നാച്ചുറലി ഈസ്റ്റിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തയോൺ ആണ്. അതായത് നമുക്ക് ഈ പീരീഡ്സ് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് അങ്ങ് കംപ്ലീറ്റ്ലി ഡിലേ ആയി പോകുന്നല്ല. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഇതിങ്ങനെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ചിട്ട് ചെറിയൊരു ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹോർമോണൽ വേരിയേഷൻ പോലെ വരുത്തുന്നതാണ്. അത് കാരണമാണ് നമ്മുടെ ഈ പീരീഡ്സ് ഒന്ന് ഡിലേ ആയി പോകുന്നത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന ആ ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുവരുന്നതാണ്. അല്ലാണ്ട് ഇതിന് വേറൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു റെസ്പോൺസ് കിട്ടിയത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഡിലേ ആവുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. പിന്നെ പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് ഒരാഴ്ചയോളം മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് 1-2 ആഴ്ചയിൽ കൂടുതൽ ഡിലേ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈനക്കിനെ അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് വേറെ ഒരു പ്രശ്നമില്ല. കാരണം ഒരു കെമിക്കലേ അല്ല. ഇത് വേറെ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെമിക്കലൊന്നും അല്ല. നമ്മുടെ ബോഡി തന്നെ ഉള്ളതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു സാധനം മാത്രമാണ്. അല്ലാണ്ട് ഇതിന് വേറെ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലൂട്ടാത്തയോണൊന്നും ഇല്ല എന്നാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ഒരു റെസ്പോൺസ്, നമ്മുടെ ബോഡിയുടെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് ആണ് അങ്ങനെ വരുന്നത്. നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ്. അല്ലാണ്ട് ഇതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പീരീഡ്സിൻ്റെ ഇഷ്യൂ അങ്ങനെ എല്ലാവർക്കും വരണമെന്നൊന്നും ഇല്ല. വളരെ ഇപ്പം ഞാൻ നോക്കിയിട്ട് തന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു 5-6 പേര് മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വരുന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു റീസൺ കാരണമാണ് അങ്ങനെ വരുന്നത്. അല്ലാണ്ട് വേറൊരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി നാൾ ഡിലേ ഒക്കെ ആയി പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല, ആക്നെ സ്പോട്സ്, അതുപോലെ തന്നെ ആക്നെ സ്കാർസ്, പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ബ്രൈറ്റനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ, അതായത് മെലാനിൻ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ്, അതായത് നമ്മുടെ ഡാർക്ക് സ്കിൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറച്ചിട്ട് ഫിയോമെലാനിൻ എന്ന് പറയുന്ന മെലാനിനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് സ്കിന്നിന് ഗ്ലോ അപ്പ് ആവുന്നതും ബ്രൈറ്റൻ അപ്പ് ആവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വൈറ്റമിൻ C ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഒരു വൈറ്റമിൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിൻ ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ ലൈറ്റൻ അപ്പ് ആവണം എന്ന ആഗ്രഹമുള്ളൊരു വൈറ്റമിൻ C ആണ് യൂസ് ചെയ്യേണ്ടത്. വൈറ്റമിൻ C സിറംസോ അല്ലെങ്കിൽ വൈറ്റമിൻ C കണ്ടെയ്നിങ് ഫുഡ്സോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പം രണ്ടും കൂടി ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാത്തയോണിനെ കുറച്ചുകൂടി അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റമിൻ C ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കേണ്ട ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ ഒരു 250 ml ഓഫ് വാട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ 250 ml വാട്ടറിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് വേണം ഇട്ട് കഴിക്കാനായിട്ട്. അതായത് ഒരു ദിവസം നമ്മൾ ഒരു ടാബ്ലറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതായത് ആഫ്റ്റർ മീലാണ് ഏറ്റവും നല്ലത്. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ മീലിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഒരു ടാബ്ലറ്റ് ഒരു ഡേ ആണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടാബ്ലറ്റ് വെള്ളത്തിലിടുക, ഫുള്ളായിട്ട് അതൊന്ന് ഡിസോൾവ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മളിത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുടിക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം ആണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 8 വീക്സ് ആണ് നമ്മൾ കഴിക്കാനുള്ളത്. അപ്പോൾ 8 വീക്സ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എവിഡൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഒരു ബോട്ടിൽ കഴിച്ചു, ഇപ്പോൾ സെക്കൻഡ് ടൈം ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ലൈറ്റനായെന്ന് ചോദിച്ചാൽ അതിനേക്കാളും ഉപരി എനിക്ക് തോന്നിയത് എൻ്റെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ടൊന്ന് ലൈറ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 8 വീക്സോളം നമ്മളിത് കണ്ടിന്യൂസ് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു സ്ട്രോബെറി ലെമൺ ഫ്ലേവറാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് പുളിപ്പോ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റാത്ത ഒരു ഫ്ലേവറൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലേവർ തന്നെയാണ്. സ്ട്രോബെറി ലെമൺ ഫ്ലേവറാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 8 വീക്സോളം കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനൊരു ബൈയിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ പോയിട്ട് എൻ്റെ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, ഇത് ഡെർമറ്റോളജിക്കലി അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി അത് കഴിച്ച് പ്രശ്നമാവോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് നോക്കാമെന്നുള്ളത്. ഡോക്ടേഴ്സ് തന്നെ ഈ ഒരു സെയിം ബ്രാൻഡ്, നമ്മുടെ ഷീറ്റ് ന്യൂട്രീസിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ ഗ്ലൂട്ടാത്തയോൺ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക ക്ലാരിഫൈ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.